യേശുക്രിസ്തു മരിച്ചത് പിശാചിന്റെ മുമ്പിലല്ല, യേശുക്രിസ്തു മരിച്ചത് ദൈവത്തിന്റെ മുമ്പിലുമല്ല. ദൈവത്തിന്റെ നിയമപുസ്തകം ന്യായപ്രമാണത്തിന് മുമ്പിൽ അത്രേ യേശുക്രിസ്തു മരിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും നരകശിക്ഷയ്ക്ക് യോഗ്യരാണ് എന്ന് നമ്മൾ സമ്മതിച്ചു. നിങ്ങൾ പാപികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, ആദമിന്റെ മക്കളാണ്. ഇന്നൊരു പാപിയായിട്ട് അനുഭവത്തിൽ ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് പോകുന്നത്. കാരണം സ്വർഗം വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പാപമോചനം നേടിയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അത്രേ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ആരെങ്കിലും ഇന്നും പാപികളായതുകൊണ്ടാണ് ഈ ലോകത്തിലെ വസ്തുവകളോട് നമുക്ക് ഭയങ്കരമായിരിക്കുന്ന ആഗ്രഹം. ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. എത്ര കിട്ടിയാലും നമ്മൾ വീണ്ടും വീണ്ടും ഒന്നാണ് തിരികെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല. കാരണം എന്താണെന്ന് സ്വർഗത്തെ പറ്റിയുള്ള അറിവില്ലായ്മയാ, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമില്ലായ്മയാ. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചത് വഴി തന്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു. പുത്രനോ നമ്മളെ സ്നേഹിച്ചത് വഴി സ്വർഗത്തിൽ പിതാവിന്റെ മടിത്തട്ട് വേണ്ട എന്നും വെച്ചു. അങ്ങനെ പിതാവ് പുത്രനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ചു. പുത്രനോ സ്വർഗത്തെക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ച് ഈ താണു ലോകത്തിലേക്ക് വന്നുവെങ്കിൽ പ്രിയപ്പെട്ട, ഇന്നലെ ഒരു നരകവിധിക്ക് യോഗ്യനായിട്ട് പാപിയുടെ രക്തത്തിൽ പറഞ്ഞ നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ താഴ്മ, ദൈവത്തിന്റെ സ്നേഹം ഗ്രഹിപ്പാൻ കഴിയാതിരിക്കുന്നത് എന്ത്?